ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 22. അതിനകത്ത് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയും ആ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചതുമായിരിക്കുന്ന വിഷയമാണല്ലോ ഈ അധ്യായത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. 21 അധ്യായത്തിൻ്റെ അകത്ത് വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു പരീക്ഷ അവിടെ കഴിഞ്ഞത് കാണുവാനായിട്ട് കഴിയും. തൻ്റെ മകനായിരുന്ന ഇസ്മായിലിനെ, അതായത് സാറയുടെ ദാസിയുടെ മകനായിരുന്ന ഇസ്മായേലിനെ അബ്രഹാം ഉപേക്ഷിച്ച് കളയുന്നതായിരിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. അവരെ വീട്ടിൽ നിന്ന് വെളിയിലാക്കുവാനായിട്ട് ദൈവം പറയുന്നതും, അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായതായിരിക്കുന്ന ഒരു പെയിൻ തൻ്റെ ജീവിതത്തിൽ ഓഫ് കോഴ്സ് അത് ഉണ്ടായി കാണും. അല്ലെ, 21 അധ്യായത്തിനകത്ത് ആ ഒരു പെയിൻ കഴിഞ്ഞിട്ട് ദൈവം പറയുന്നുണ്ട് അവരെ പുറത്താക്കി കളയുവാൻ. ദൈവത്തിൻ്റെ വാക്ക് അബ്രഹാം അനുസരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് അടുത്ത ഒരു സ്റ്റെപ്പ് പരീക്ഷ, അതും മകനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. മേലിൽ ദൈവം ഉപേക്ഷിച്ച് കളയുവാനായിട്ട് പറഞ്ഞതായിരിക്കുന്ന മകൻ, അത് ദാസിയുടെ മകനാണ്. അത് ജഡീകപ്രകാരമായിട്ട് ഉണ്ടായതായിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായിരിക്കുന്ന ഒന്നായിരുന്നില്ല ഇസ്മായേൽ എന്ന് പറയുന്നത്. അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ഒരുപക്ഷെ അബ്രഹാമിന് വിഷമമുണ്ടായെങ്കിലും ഇസഹാക്കിൻ്റെ കാര്യത്തിലുണ്ടായതായിരിക്കുന്ന ഒരു വിഷമമായിരിക്കത്തില്ല അബ്രഹാമിന് അവിടെ ഉണ്ടായത്. എന്നാൽ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാണ് 22 അധ്യായം അവിടെ തുടങ്ങുന്നത്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അല്ലേ, അപ്പോൾ അവിടെ വീണ്ടും ഒരു പരീക്ഷ ദൈവം കൊടുക്കുകയാണ്. നമ്മൾ വിചാരിക്കും പരീക്ഷയാണല്ലോ ദിവസം ജീവിതത്തിൻ്റെ അകത്ത് എന്ന്. അല്ലെങ്കിൽ ഈ ഓരോ പരീക്ഷകളിലൂടെയും ഈ ടെസ്റ്റുകളിലൂടെ ദൈവം നമ്മളെ നടത്തുമ്പോൾ, ഓരോ സ്കൂൾ ലെവലിലേക്ക് നമ്മൾ എക്സാം എഴുതി പാസ്സായി മേലേക്ക് കയറി വരുന്നത് പോലെ ഓരോ ടെസ്റ്റുകളിലും പാസ്സാകുമ്പോഴാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതായിരിക്കുന്ന ചില ടെസ്റ്റുകൾ, ചില ട്രയൽസുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നതാകുന്നു എന്ന് ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. അപ്പോൾ അബ്രഹാം പറയുന്നു, അടിയനിതാ ഞാനിതാ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം ഇതാ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അപ്പോൾ തൻ്റെ മകനെ ഹോമയാഗം കഴിക്കാനായിട്ട് പോകണം, മോരിയ ദേശത്ത് പോകണം. ഹല്ലേലൂയ! ഇതൊരു വലിയ ടെസ്റ്റാണ് ദൈവം വെച്ചത്. താൻ സ്നേഹിക്കുന്ന മകൻ, ഏകജാതനായിരിക്കുന്ന മകൻ, വാഗ്ദത്തപ്രകാരം 100ാമത്തെ വയസ്സിൽ ഉണ്ടായതായിരിക്കുന്ന മകൻ, ആ ഒരു വാർദ്ധക്യത്തിൽ എല്ലാം ഒരിക്കൽ പോലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ആ വിശ്വാസത്താൽ തൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന ഒരു നന്മ, ആ നന്മ ഇപ്പോൾ യാഗം കഴിക്കുവാൻ ദൈവം പറയുകയാണ്. അബ്രഹാം അനുസരിക്കുന്ന അബ്രഹാമിനെയാണ് നമ്മളവിടെ കാണുന്നത്. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ്, ആരോടും ഈ വിവരം പറയുന്നില്ല, അല്ലേ, അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് അബ്രഹാം പുറപ്പെടുകയാണ്. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്, മോരിയ മലയിലേക്ക്, മോരിയ ദേശത്തേക്ക് അബ്രഹാം പോവുകയാണ്. അബ്രഹാം രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആ സമയത്ത് സാറയോട് ഈ കാര്യം പറഞ്ഞില്ല, ഭവനത്തിൽ ആരോടും ഈ കാര്യം പറഞ്ഞില്ല. അബ്രഹാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ! കാരണം ദൈവത്തെ ചില കാര്യങ്ങൾ അനുസരിക്കണമെങ്കിൽ നമ്മളെല്ലാവരോടും എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ആ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അത് നമ്മുടെ മനസ്സിലിരിക്കേണ്ടതായിരിക്കുന്ന കാര്യം. നമ്മൾ ഈ അധ്യായത്തിൻ്റെ അകത്ത് വളരെ കാര്യമായി രഹസ്യം സൂക്ഷിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാം തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തൻ്റെ ആ ഒരു ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന തീരുമാനങ്ങളുടെ മുമ്പിൽ താനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകത്ത് വേറൊന്നും താൻ ചിന്തിക്കുന്നില്ല. ബാക്കിയുള്ളതായിരിക്കുന്നവരെന്ത് വിചാരിക്കും, ഞാൻ എൻ്റെ മകനെ പോയി യാഗം കഴിച്ചാൽ അടുത്ത സ്ഥിതി എന്താവും എന്നൊന്നും അല്ല അബ്രഹാമിൻ്റെതായിരിക്കുന്ന ആ ചിന്തകൾ അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്.
അത് ദൈവം കൽപ്പിച്ച ഉടനെ അബ്രഹാം അതനുസരിക്കുകയാണ്. 3 ദിവസം അവിടുത്തെ യാത്രയുണ്ട്. കാരണം നമുക്കറിയാം ആ മോരിയ മലയിലേക്ക്, മോരിയ മല എന്ന് പറയുന്നത് യെരുശലേമിലാണ്. ഇപ്പോൾ അബ്രഹാം ഇരിക്കുന്നത് 21-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു, ബെർശേബയിലാണ് ഇപ്പോൾ അബ്രഹാം ഉള്ളത്. അത് ഫെലിസ്തീയരുടെ നാടാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഫെലിസ്തീയരുടെ നാടായ ബെർശേബയിൽ നിന്ന് 3 ദിവസം എടുത്തു വേണം മോരിയ മലയിലേക്ക്, യെരുശലേമിലേക്ക് പോകുവാനായിട്ട്. അപ്പം ആ ഒരു 3 ദിവസത്തെ പീരിയഡ് ദൈവം എന്തുകൊണ്ട് ഈ ബെർശേബയിൽ വെച്ച് തന്നെ യാഗം കഴിച്ചുകൂടാ, അല്ലേ? മോരിയ മലയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ദൈവം എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിനകത്താണെങ്കിലും ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുമ്പിൽ പ്രിയമുള്ളവരെ ഒരു ഗ്യാപ്പ്, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ളതായിരിക്കുന്ന സമയമൊക്കെ ദൈവം തമ്പുരാൻ തരും. ആ സമയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചിന്തകൾ കയറി വന്നാൽ എങ്ങനെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതും ദൈവം നോക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ഒരു 3 ദിവസം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായിരിക്കുന്ന ഒരു സമയമായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എത്ര പ്രലോഭനങ്ങൾ വന്നാലും, എത്ര തരത്തിലുള്ളതായിരിക്കുന്ന നമ്മളെ പിന്തിരിപ്പിക്കുന്നതായിരിക്കുന്ന ചിന്തകൾ വന്നാലും, പിന്മാറിപ്പോകുവാൻ തക്കവണ്ണം നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കുന്ന വിഷയങ്ങൾ വന്നാലും, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീരണം എന്നുള്ളതാണ് ഈ 3 ദിവസം വഴിയാത്ര ചെയ്യുമ്പോഴും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പല ചിന്തകൾ ഭരിച്ചപ്പോഴും തൻ്റെ മുമ്പിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തെ അനുസരിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തെ അനുസരിക്കുക. ഒരു വിശ്വാസം അബ്രഹാമിനെ ഭരിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ 3 വഴി യാത്ര അബ്രഹാം പോകുമ്പോൾ അബ്രഹാമിനെ എന്താണ് ഭരിച്ചിരുന്നത് എന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് അവസാനം വരാം. നമുക്ക് എബ്രായ ലേഖനത്തിനകത്ത് അതിൻ്റെ ഉത്തരം കൊടുക്കുന്നുണ്ട് 11:9. അത് നമുക്ക് അവസാനത്തേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, ആ ഒരു വാക്ക് താൻ മുന്നിൽ കണ്ടുകൊണ്ട് ഈ 3 ദിവസവും താൻ വഴി യാത്രയിൽ അത് ചിന്തിച്ചുകൊണ്ട് താൻ മുന്നേറുകയാണ്. ആ വിശ്വാസം പറഞ്ഞ് അബ്രഹാം മുന്നേറുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടെ 3-ാമത്തെ ദിവസം അബ്രഹാം ദൂരത്ത് നിന്ന് ആ യാഗം കഴിക്കുന്ന സ്ഥലം കണ്ടിട്ട് ബാലിക്കാരോട് പറയും, നിങ്ങളിവിടെ ഇരിക്കെ, കഴുതയായിട്ട് നിങ്ങൾ ഇരിക്കെ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനും ബാലനും ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം, അല്ലെ? ഞങ്ങൾ പോയി മടങ്ങി വരും. അവിടെ മുതൽ നമുക്ക് കാണാം ഈ 3 ദിവസം തന്നെ ഭരിച്ചതായിരിക്കുന്ന ഒരു ചിന്തയ്ക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു വാക്കാണ് എന്ന് ഇന്ന് ആത്മാവിൽ ഞാൻ വിശ്വസിച്ചും കൊണ്ട് ആ വാക്ക് പറയുകയാണ്. എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് ഞാൻ പറയുക, ആ 3 ദിവസം താൻ ധ്യാനിച്ചതായിരിക്കുന്ന കാര്യം. ഹല്ലേലൂയ. അന്നേരം പറയുകയാണ്, ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ. അതെത്രത്തോളം ശക്തമായിരിക്കുന്ന വാക്കുകളാണ്. ഈ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ബാലനെ യാഗം കഴിക്കേണ്ടെന്നുള്ള ചിന്തകളും ഒക്കെ തന്നെ ഭരിച്ചോ നമുക്കറിയത്തില്ല. പക്ഷേ ഈ 3 ദിവസത്തെ പീരിയഡിന് ശേഷം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ആ ഒരു ഡെഡിക്കേഷൻ, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആ വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. അതേ വിറകെടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് വിറകായിരിക്കത്തില്ല, സാമാന്യം നല്ല കനമുള്ളതായിരിക്കുന്ന വിറക് കാണും. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇസഹാക്കിന് 12 വയസ്സായിരുന്നു ആ സമയത്ത് എന്ന്. പക്ഷേ വേറെ ചിലതായിരിക്കുന്ന കണക്ക് കൂട്ടലുകൾ വെച്ച് പറയുമ്പോൾ ഇസഹാക്കിന് 20-22 വയസ്സ് പ്രായമുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു വിറക് തൻ്റെ ചുമലിൽ വെച്ച് കൊടുത്ത് അത് ചുമക്കുവാൻ തക്കവണ്ണം ഒരു 12 വയസ്സുകാരനെ കൊണ്ട് അബ്രഹാം അത് ചുമപ്പിക്കുവാനായിരിക്കുന്ന സാധ്യതയില്ല. അതൊരു ഏകദേശം 20 വയസ്സിന് മേലെ ഇസഹാക്കിന് കാണും എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും. അതിനകത്തുള്ളതായിരിക്കുന്ന കൃത്യമായ പ്രൂഫ് എനിക്ക് തരുവാനായിട്ടില്ലെങ്കിലും വായിച്ചുള്ള അറിവിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം ഇവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, എന്ത് തന്നെയായിരുന്നാലും ഇസഹാക്കിൻ്റെ ചുമലിൽ ഇപ്പോൾ വിറകുണ്ട്, തീയും കത്തിയും അബ്രഹാമിൻ്റെ കയ്യിലുണ്ട്. ഇവർ ഒരുമിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ന്യായമായ ഒരു ചോദ്യം, അപ്പോൾ തീയുണ്ട്, വിറകുണ്ട്, പക്ഷേ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാമിൻ്റെ ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ആ 3 ദിവസം താൻ ഉള്ളത്തിൽ കൊണ്ടു നടന്നത്, ദൈവം തന്നോട് പറഞ്ഞതിന് ശേഷം ഈ അനുസരിക്കുന്നത് വരെയും താൻ കൊണ്ടു നടന്ന പെയിൻ, തൻ്റെ ഉള്ളത്തിൽ ഉരുവായതായിരിക്കുന്ന വിശ്വാസം, അവിടെയും പറയുകയാണ്, ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളും, അല്ലേ? ആദ്യം ബാലിക്കാരോട് പറഞ്ഞു, ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരും. അത് 1-ാമത്തെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. അത് 2-ാമത് പറയുകയാണ്, ഹല്ലേലൂയ, ഇസഹാക്കിനോട് പറയുകയാണ്, മകനെ, ഹല്ലേലൂയ, ആ ആട്ടിൻകുട്ടിയെ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും നമ്മൾ വിശ്വാസത്തോടെ പറയണം. മറ്റുള്ളവരോട് നമ്മൾ പറയണം, ഹല്ലേലൂയ, യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും, ആട്ടിൻകുട്ടിയെ ദൈവം ഒരുക്കിക്കൊള്ളും. ഹല്ലേലൂയ. അവർ കൽപ്പിച്ചിരുന്ന സ്ഥലത്തെത്തി. അബ്രഹാം യാഗപീഠം പണിതു, വിറക് അടക്കി ആ മകൻ ഇസഹാക്കിനെ യാഗപീഠത്തിൻ്റെ മേൽ, വിറകിന് മേലെ കിടത്തുകയാണ്.
മകനെ അറുക്കുവാൻ കത്തിയെടുത്തു. ആ കത്തിയെടുത്ത സമയത്താണ് ഹല്ലേലൂയ അതുവരെ ഒന്നും നടന്നില്ല അല്ലേ. യാഗപീഠം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും ദൈവം വന്നില്ല. ഇങ്ങനെ ആ വിറകെല്ലാം അടുക്കി വെച്ചപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നില്ല. ദൂതനെ വിട്ടില്ല ദൈവം. ഹല്ലേലൂയ ഇസഹാക്കിനെ എടുത്ത് ആ വിറകിൻ്റെ മേലെ കിടത്തി. ഹല്ലേലൂയ ഇസഹാക്കിനെ കെട്ടി. ഇസഹാക്കിനെ കെട്ടിയ സമയത്ത് പോലും അവിടെ ദൈവം വന്നോ? ഇല്ല. യാഗപീഠത്തിൻ്റെ മേലെ വിറകിൻ്റെ മേലെ കിടത്തി. ഹല്ലേലൂയ. അപ്പോൾ കൽപ്പിച്ചിരുന്നേക്ക് പുറപ്പെട്ടപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നില്ല. വഴിയാത്രയിൽ 3 ദിവസം ദൈവം അവിടെ ഇറങ്ങി വന്നില്ല. ഹല്ലേലൂയ. മുന്നോട്ട് ഇസഹാക്കുമായിട്ട് നടക്കുമ്പോൾ അവിടെ ദൈവം സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞ് യാഗപീഠം പണിതപ്പോൾ ദൈവം സംസാരിച്ചില്ല. വിറകടക്കിയപ്പോൾ ദൈവം സംസാരിച്ചില്ല. തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടിയപ്പോൾ ദൈവം സംസാരിച്ചില്ല. യാഗപീഠത്തിൻ്റെ മേലെ ആ വിറകിൻ്റെ മേലെ കിടത്തി. ഹല്ലേലൂയ. അന്നേരവും ദൈവം സംസാരിച്ചില്ല. പക്ഷേ അത് അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്ത അതേ നിമിഷം ഉടനെ എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ബാലൻ്റെ മേൽ നീ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. ഹല്ലേലൂയ. നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. അങ്ങനെ അബ്രഹാം തലപൊക്കി നോക്കി. അപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പിൻ്റെ കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഹല്ലേലൂയ. ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. അതേ പ്രിയമുള്ളവർ, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതാണ് ഈ ഭാഗത്തിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തിൻ്റെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അരുളി ചെയ്യുക. ഒന്നാമത് അരുളി ചെയ്തു, നീ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, മകനെ തരാൻ മടിക്കായതുകൊണ്ട് ഇങ്ങനെ ഞാൻ അറിയുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഹോമയാഗം വേറൊരു ആട്ടുകൊറ്റിനെ എടുത്ത് ഹോമയാഗം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറയുകയാണ്, നീ ഈ കാര്യം ചെയ്തു, നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അല്ലേ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടായി. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം വന്ന് ദൈവം വെറുതെ കൊടുത്തതാണ്. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് താൻ കടന്നുപോയതായിരിക്കുന്ന നിരവധി മേഖലകൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായി തൻ്റെ ജീവിതത്തിലൂടെ ഒന്നൊന്നായി താൻ പഠിച്ചും ദൈവത്തെ അറിഞ്ഞും മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി പരിശോധനകൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും ദൈവത്തെ സ്നേഹിച്ച് മുന്നേറിയതായിരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയുന്നുണ്ട്, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തത്. നമ്മളും അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനൊക്കെ കാരണമായി തീർന്നത് അബ്രഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഒരു അനുസരണമുള്ളവനായി നിന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി ആ 3 ദിവസം അബ്രഹാം ചിന്തിച്ചതായിരിക്കുന്ന കാര്യം എന്തായിരിക്കാം? തൻ്റെ മകനുമായി മുന്നോട്ട് ഈ യാഗവസ്തുവായി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അബ്രഹാം ചിന്തിച്ചതായിരിക്കുന്ന കാര്യം എബ്രായ ലേഖനം 11:17 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൾ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ ഹല്ലേലൂയ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അവിടെ ദൈവം യാഗം അർപ്പിച്ചതായിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. കാരണം അത്രത്തോളം വരെ ചെയ്തു കഴിഞ്ഞിട്ട് ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അവിടെ നമ്മൾ നോക്കുമ്പോൾ യാഗം കഴിഞ്ഞില്ല, പക്ഷെ വചനം പറയുന്നു യാഗം അർപ്പിച്ചു. എങ്ങനെയാ? വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു പരീക്ഷ വന്നപ്പോൾ വിശ്വാസത്താൽ അതിനെ ജയിക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവം ഉറച്ച ദൈവമാണെന്ന് വിശ്വസിക്കുവാനായിട്ടിടയായി തീർന്നു. ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരുമെന്ന് ബാല്യക്കാരോട് പറയുവാനായിട്ടിടയായി തീർന്നു. ഇസഹാക്കിനോട് യഹോവ കരുതിക്കൊള്ളുമെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. ആ 3 ദിവസവും തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ കടന്നുപോയതായിരിക്കുന്ന സമയത്ത് താൻ പറഞ്ഞത് ഇങ്ങനെയാ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്നും ദൈവത്തിന് തൻ്റെ മകനെ മടക്കി കൊടുക്കുവാനായിട്ട് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ചണ്ടിക്കൂമ്പാരമായിരിക്കാം, മുമ്പിലിരിക്കുന്നത് ചാരമായിരിക്കാം, എൻ്റെ മകൻ കത്തിത്തീർന്നാലും അതിൽ നിന്നും ദൈവം ശക്തനാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണെന്ന് എണ്ണി അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എന്താണോ അവനെ എണ്ണിയത് അതവൻ്റെ ജീവിതത്തിൽ നടക്കുവാനായിട്ടിടയായി തീർന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിപ്പാൻ ദൈവം ശക്തനാണെന്ന് അബ്രഹാം എണ്ണിയപ്പോൾ ഹല്ലേലൂയ അവനെ ദൈവം ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ഇസഹാക്കിനെ ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവനെ തിരികെ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ എന്താണോ എണ്ണുന്നത് അത് സംഭവിക്കും. നമ്മൾ വിശ്വാസത്താൽ ഇന്ന് എണ്ണുകയാണ്. നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മൾ എണ്ണുക
പറയുക, ഇത് സംഭവിക്കും. യേശു ശക്തനായിരിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ദൈവം നന്മകളെ തരും. ആത്മീയമായി ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഞാൻ പറയുന്നതായിരിക്കുന്ന എൻ്റെ എല്ലാ മേഖലകളിലും ഹല്ലേലൂയ അത് ആത്മീയമാവട്ടെ ഭൗതികമാകട്ടെ ദൈവഹിതപ്രകാരം നമ്മളൊന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടെ അതിനെ ഒന്ന് എണ്ണുവാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ എണ്ണിയതുപോലെ ദൈവം അത്ഭുതം നമ്മുടെ ജീവിതത്തിലും നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഈ കേട്ട വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഞാൻ ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. കേട്ട നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.